Watch full episodes on Jio Hotstar. ഈ ബാങ്കിലുള്ള പണം മുഴുവനും എല്ലാം എടുത്ത് എനിക്ക് തന്നേക്ക്. ആരെങ്കിലും നിന്ന സ്ഥലത്ത് നിന്ന് അനങ്ങി പോയാൽ എന്നെ നീ ചവിട്ടിയല്ലേ? എന്താ ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത്? എന്റെ ശരീരത്തിൽ എങ്ങനെ എത്രയും മുടി വന്നത്? ഈ ലഡു സിംഗിന് എന്ത് പറ്റി? ഇല്ല, നിങ്ങൾ എന്താ എന്റെ ശരീരത്തിൽ കാണിച്ചു വെച്ചിരിക്കുന്ന? ഇനി എനിക്ക് എങ്ങനെ പുറത്തേക്ക് പോകാൻ കഴിയും? ആർക്കും എന്നെ കണ്ടാ മനസ്സിലാവില്ല. ഇത് കാരണം എന്റെ ജോലി തന്നെ പോകും. ഇനിയും വന്ന് തൊട്ടോളൂ എന്നെ. ഇനി ജീവിതകാലം മുഴുവനും ഇങ്ങനെ തന്നെ ഉണ്ടാവുകയോ? ശിവ, ഇവിടെ ബേദാ സിറ്റി ബാങ്കിലെ കരടയെ പോലെ ഒരു മനുഷ്യൻ വന്നിട്ട് കാശൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയി. അതിനെ ഞാൻ പിടിക്കാൻ നോക്കിയപ്പോ എന്റെ ശരീരത്തിലും കുറെ മുടി വളരാൻ തുടങ്ങി. ശരി ലഡു സിംഗ് സർ, യു ഡോണ്ട് വറി, ഐ വിൽ ടേക്ക് കെയർ. തന്നെ ലഡു സിംഗ് സർ, അയാൾ നഗരത്തിൽ നിന്ന് പുറത്തു പോവാണ്. റെവ, ആദി, യുഡി, നിങ്ങൾ വേഗം അപ്പുറത്തേക്ക് വരൂ. ഹലോ അങ്കിൾ, ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച പണം മര്യാദയ്ക്ക് തന്ന് പോലീസിന് കീഴടങ്ങിക്കോ. നീ എന്നെ തടയാൻ പോവുകയാണ്? എന്നാ വാ, നിന്നെ പൊക്കി മാറോടണച്ച് എന്നെ പോലെ കരടയാക്കി കളയും കുട്ടി. നിന്നെ ഞാൻ എന്ന് വിളിക്കരുത് അങ്കിൾ. വരൂ, എന്നെ വന്ന് തൊടൂ. ഇതെന്താ, ഇവൻ വടിയെടുത്തിരിക്കുന്നല്ലോ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. നിനക്ക് ഇത്രയ്ക്ക് വലിയ അഹങ്കാരോ? Come on, Shiva! ശിവ, ഈ ലഡു സിംഗ് സാറിന് എന്താ സംഭവിച്ചത്? അല്ല, ഇതെന്താ? ലഡു സിംഗ് സാർ, നിങ്ങൾക്ക് എന്താ പറ്റിയത് പറയൂ. അല്ല, ബെയർമാൻ എങ്ങോട്ട് പോയി? അവൻ രക്ഷപ്പെട്ടു പോയല്ലോ. ഇനി എന്റെ പഴയ ശരീരം എനിക്ക് എങ്ങനെ തിരിച്ചു കിട്ടുക? ലഡു സിംഗ് സാറേ, നിങ്ങൾക്ക് പെട്ടെന്ന് ശരിയാകും. ഒരു കുട്ടി ഞാൻ മോഷ്ടിച്ച പണമെല്ലാം തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. ആ കുട്ടി വീണ്ടും എന്നെ തടയാൻ വരികയാണെങ്കിൽ അവനെ ഞാൻ ഭസ്മമാക്കുന്നതാണ്. വേഗം ചെന്ന് പണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. ചെല്ല്, എന്റെ ഈ രൂപം മാറാൻ
എനിക്ക് ആന്റിഡോട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി കോടിക്കണക്കിന് പണം എനിക്ക് ആവശ്യമുണ്ട്. ഇത്രയും പണം എനിക്ക് ആരും തരില്ല. അതുകൊണ്ട് ബാങ്കിൽ നിന്ന് പണം മോഷ്ടിച്ചേ പറ്റൂ. മറ്റൊരു മാർഗവും എനിക്ക് തോന്നുന്നില്ല. ബോസേ വിഷമിക്കണ്ട. ഇപ്പൊ തന്നെ സൂര്യൻ അസ്തമിക്കും. അപ്പൊ പിന്നെ നോർമൽ ആവുമല്ലോ. ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ഈ സൺറൈസിൽ നിന്നും സൺസെറ്റിൽ നിന്നും രക്ഷപ്പെടാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ അശ്രദ്ധ കാരണം എന്റെ എക്സ്പെരിമെന്റ് ആണ് ഫെയിൽ ആയി പോയത്. അതുകൊണ്ട് ഞാൻ പകല് ബെയർമാനും രാത്രി നോർമൽ മാനുമായി മാറിപ്പോകുന്നു. അറിയോ, നിങ്ങളെ കൊണ്ട് ഒരു കാശിനും പറ്റില്ല. ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തോളാം. എനിക്ക് തോന്നുന്നു എന്റെ ജീവിതകാലം മുഴുവനും ഈ വാർഡിൽ എനിക്ക് കഴിയേണ്ടി വരുന്ന. എന്റെ ശരീരം എനിക്ക് തിരിച്ചു കിട്ടി. എന്റെ ശരീരം എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. ഹലോ, ആരെങ്കിലും ഈ വാതിലൊന്ന് തുറക്കാൻ. ഹലോ, ഇതെന്താ അവിടെ ആരും ഇല്ലേ? എന്തുവായി കേട്ടത്? എത്ര തന്നെ ഒച്ചയുണ്ടാക്കിയാലും ഞാൻ വാതിൽ തുറക്കാൻ പോകുന്നില്ല. ദേഷ്യപ്പെട്ട് എന്റെ വേത്തക്കാരൻ ചാടിയാലേ എന്റെ അമ്മോ ഞാനില്ലേ വേഗം ഇവിടുന്ന് പോയേക്കാം. ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ പറയണം റൗണ്ടിന് പോയതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടണം. ഞങ്ങളെ പുറത്തേക്ക് വിടണം ഡോക്ടർ. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ ഡോക്ടർ, ഞങ്ങളുടെ അസുഖം ഭേദമായി കഴിഞ്ഞു. ഒന്നും ശരിയായിട്ടില്ല. പഴയതുപോലെ തന്നെയാ. കമ്പൗണ്ടർ വന്ന് ഇയാളെ കെട്ടിയിട്. ഇതെന്താണ് അസുഖം ഭേദമായിട്ട് നമ്മളെ പുറത്തേക്ക് വിടാത്ത? വരൂ വന്നെന്നെ കെട്ടിപ്പിടിക്കൂ. മര്യാദയ്ക്ക് എല്ലാവരും കൈപൊക്കി നിൽക്കുക. ആരും വെളച്ചല കാണിക്കരുത്. മര്യാദയ്ക്ക് ഞാൻ എന്റെ ജോലി തീർത്തോട്ടെ. ഏയ് മാനേജർ, മര്യാദയ്ക്ക് എണീറ്റ് വന്ന് എനിക്ക് ലോക്കർ തുറന്നതാ. നീ വീണ്ടും വന്നിരിക്കുന്നു. ഇന്ന് നിങ്ങളെ ഞാൻ പോകാൻ അനുവദിക്കില്ല അങ്കിൾ. ഇവിടുന്ന് ഓടിപ്പോകുന്നതാണ് ബുദ്ധി. ഈ കുട്ടി എന്നെ ഒരിക്കലും പേടിക്കില്ല. അല്ലെങ്കിൽ ഇന്ന് ഞാൻ മോഷ്ടിച്ച പണം അവൻ വീണ്ടും തട്ടിയെടുക്കും.
ഞങ്ങളുടെ എല്ലാം പൊടിഞ്ഞു പോയി. അയാൾ ഇവിടെ തന്നെയുണ്ട്. ഹലോ, നിങ്ങൾ ഇവിടെ വ്യത്യസ്തമായ ബേർ പോലെ തോന്നിക്കുന്ന ഒരാളെ കണ്ടോ? പറയൂ അങ്കിൾ. ബിയർ മനുഷ്യനോ? ഇതുവരെ ഞാൻ അങ്ങനെ ഒരാളെ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഞാൻ പോട്ടെ. അല്ല, അങ്കിൾ എവിടെയാണ് താമസിക്കുന്നത്? ഞാനിവിടെ കാടിന്റെ അറ്റത്താ താമസിക്കുന്നത്. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ഒരുപാട് രാത്രിയായി. ബിയർമാനെ കുറിച്ച് അറിയില്ല, പക്ഷെ കാടായത് കൊണ്ട് വന്യമൃഗങ്ങൾ ഇറങ്ങും കേട്ടോ. വേഗം വീട്ടിലേക്ക് പോകാൻ നോക്ക്. പൊയ്ക്കോ പൊയ്ക്കോ. രേവ, ആദി, യൂഡി, നിങ്ങൾ പെട്ടെന്ന് വാ. ജീപ്പ് എവിടെയുണ്ട്? അപ്പൊ ബാർമാനും ഇവിടെ തന്നെ കാണും. അപ്പൊ ആ മനുഷ്യൻ ഇപ്പൊ കണ്ട ആളായിരിക്കുമോ? പക്ഷേ അയാൾ നോർമൽ ആയിരുന്നല്ലോ. അയാൾ ഇവിടെ നിന്നാണ് പോയത്. ജീപ്പും ഇവിടെ തന്നെയുണ്ട്. പക്ഷെ അയാളുടെ പെരുമാറ്റമൊക്കെ നോക്കുമ്പോൾ നോർമൽ ആയതുപോലെയുണ്ട്. ഞാൻ ബാർമാൻ എന്ന് പറഞ്ഞിട്ട് പോലും അയാൾ ഒട്ടും പേടിച്ചില്ലായിരുന്നു. അതെന്തുകൊണ്ടാവും? ശിവ, നീ എന്തെങ്കിലും വേഗം ഒന്ന് ചെയ്യേ. ഈ ഡോക്ടർ എന്നെ ശരിക്കും ചെക്കപ്പ് ചെയ്യുന്നില്ലാന്നേ. ഇവന്മാർ എന്നെ ഇവിടെ ശരിക്കും എങ്ങനെ നോക്കുന്നു? നീ ഒന്ന് കണ്ടു നോക്ക് ശിവ. ഇവന്മാർ എന്നെ കൊണ്ട് എങ്ങനെ മരുന്ന് കഴിപ്പിക്കുന്നെന്ന്. ഹലോ ലഡ്ഡു സിംഗ് സാറേ, ഇപ്പോൾ നിങ്ങൾക്ക് മരുന്ന് കഴിക്കാനുള്ള സമയമായിരിക്കുന്നു. ശിവ, നമുക്കെല്ലാവർക്കും പുറത്തു പോയേ പറ്റൂ. എനിക്ക് മനസ്സിലാവുന്നില്ല ശിവ. ഇവന്മാരിന്റെ അസുഖം ഭേദമാക്കാണോ അതോ കണ്ണി കണ്ട മരുന്നും തന്ന് അധികമാക്കാണോന്ന്. എനിക്ക് പുറത്തേക്ക് പോകണം. ശിവ, നിനക്കൊരു കാര്യം അറിയോ? ഇന്നലെ രാത്രി എന്റെ അസുഖം ഭേദമായതാണ്. പക്ഷെ ഡോക്ടർ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചേ ഇല്ല. എനിക്ക് രാത്രി ഒരു കുഴപ്പമില്ല, പക്ഷെ പകലായി കഴിഞ്ഞാൽ ശരീരത്തിൽ മുടി വളരെയാണ്. രാത്രി ശരിയായിരുന്നോ? പിന്നെ നേരം വെളുത്തപ്പോ പഴയതുപോലെ. ശിവ, അപ്പൊ നീ പറഞ്ഞത് ശരിയായിരുന്നു. അന്ന് കണ്ടത് ആ ബാറ്റ്മാൻ തന്നെയാ. അയാളെ കാണണമെങ്കിൽ നമ്മൾ രാത്രി അവിടേക്ക് പോണം. ആ സമയത്തായിരിക്കും അയാൾ നോർമൽ ആയിട്ടിരിക്കുന്നത്. ഹലോ അങ്കിൾ, അപ്പോൾ നിങ്ങൾ തന്നെയാണ് ബാർമാൻ അല്ലേ? നിങ്ങളോ? നിങ്ങൾ വീണ്ടും ഇങ്ങോട്ട് വന്നോ? അതെ, ഞാൻ തന്നെയാണ് ബിയർമാൻ. നിങ്ങളൊക്കെ എന്റെ രഹസ്യം മനസ്സിലാക്കിയെടുത്തിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഒരിക്കലും ഇവിടുന്ന് രക്ഷയുണ്ടാവില്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിട്ട് കഴിഞ്ഞാൽ ഇതായിരിക്കും അനുഭവം കുട്ടികളെ. നേരം വെളുത്തു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ബിയർമാൻ ആക്കി മാറ്റും. ഗുഡ് നൈറ്റ്. രവ, ആദി, യുഡി, എനിക്ക്
ആരാ ആരാ ആരാന്നാ ചോദിച്ചേ? ഈ സൈക്കിള് തന്നെ അനങ്ങുന്നല്ലോ. ആരാത്? ഈ സൈക്കിൾ എങ്ങനെ തന്നെ അനങ്ങുന്നത്? ഓ, അമ്മച്ചിയേ. ഓ. ബോസ്, എന്റെ പല്ല്. ബോസ്. എവിടെ പോകുന്നു കുട്ടികളെ? ഇവിടുന്ന് അത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. എവിടെ പോയി എല്ലാവരും? വേഗം വരിൻ. നീ എന്നെ ഒരുപാട് ശല്യം ചെയ്തു. ഇന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും ബിയർ ബേബിയാക്കി മാറ്റുന്നതാണ്. വരൂ കുട്ടികളെ. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ബോസ്, ഇതെന്തായി ചെയ്തത്? നോക്ക്, ഞാനിങ്ങനെ ആ കുട്ടികളെയൊക്കെ വിട്ടേക്ക്. മര്യാദയ്ക്ക് ശിവയെ വന്ന് പിടിക്കാൻ നോക്ക്. ഒരു തവണ അവന് തൊട്ട് കഴിഞ്ഞാൽ അവൻ പിന്നെ നമ്മളെ പോലെയായി മാറും. അങ്കിൾ, ഇനി നമുക്ക് ജയിലിലേക്ക് പോകാനുള്ള സമയമായി. പക്ഷെ അതിനു മുൻപ് എന്നോട് ഒരു കാര്യം പറയൂ. നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ബാറ്റ്മാനായിട്ട് മാറുന്നത്? പിന്നെ അതുമല്ലാതെ എങ്ങനെയാണ് ബാങ്കിൽ നിന്ന് പണം മോഷ്ടിക്കുന്നത്? പറയൂ. എന്റെ എക്സ്പെരിമെന്റ് തെറ്റായത് കൊണ്ട് ഞാൻ പകല് മുഴുവൻ ബിയറായി മാറും. രാത്രിയാവുമ്പം സാധാരണ പോലെയാവും. അതിനുവേണ്ടി ആന്റിഡോട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് കോടിക്കണക്കിന്റെ രൂപയാണ് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ബാങ്ക് കൊള്ളയടിക്കുന്നത്. വരൂ, നമുക്ക് ഒന്നിച്ച് ചെന്ന് ബാങ്ക് കൊള്ളയടിക്കാം. ശിവ എന്റെ കൂട്ടുകാരനാ, അവനൊന്നും പറയത്തില്ല. ശിവ, ഞങ്ങളെ ഒന്ന് സഹായിക്ക്. പണം മോഷ്ടിക്കുന്നത് നല്ല വഴിയല്ല. ഇന്ന് രാത്രി നമുക്ക് ലഡ്ഡു സിംഗ് സാറിനെ കാണാൻ പോകാം. അദ്ദേഹം തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. ഡോണ്ട് വറി, ഞാൻ സർക്കാരിനോട് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ റിസർച്ച് പൂർത്തിയാക്കാനുള്ള എല്ലാ സഹായവും അവരടുത്ത് വാങ്ങിച്ചു തരാം. പക്ഷെ അത് കഴിഞ്ഞതും എന്റെ ഈ ശരീരത്തിലെ മുടിയൊന്ന് പോകാൻ നിങ്ങളെ സഹായിക്കണം. എനിക്ക് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പറ്റില്ല. ശിവ, ക്ഷമിക്കൂ. നന്നാവാൻ വേണ്ടി ഞാനൊരു തെറ്റായ വഴിയാണ് സ്വീകരിച്ചത്. ശിവ, താങ്ക് യു വെരി മച്ച് എന്നെ നല്ല വഴിക്ക് കൊണ്ടുവന്നതിന്. Watch India's largest kids library only on Jio Hotstar. Download the app now.